ഹലോ, ഞാൻ റാഷിദ തുഫൈൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നല്ലോ 2018-ഉം 2019-ഉം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉയർന്ന അളവിലുള്ള മഴയുടെ ഫലമായി വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. ഇനി വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അതിവർഷമാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. വീട്ടിൽ വെള്ളം കയറുമോ, വീട് വിട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് ഒട്ടുമിക്ക ആളുകളും. എന്നാൽ ഇനി വീട്ടിൽ വെള്ളം കയറുമോ എന്ന പേടി വേണ്ട. അതിനുള്ള പ്രതിവിധിയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിടത്ത് വീട് വെച്ചാൽ പിന്നെ അത് അനക്കാനാകില്ല എന്ന ധാരണ തിരുത്താൻ സമയമായി. കോൺക്രീറ്റ് വീട് ഉയർത്താം, തിരിച്ചു വെക്കാം, വേണമെങ്കിൽ എടുത്തു മാറ്റിവെക്കുകയും ചെയ്യാം. കഴിഞ്ഞ 6 വർഷത്തിനിടെ തിരുവല്ലയ്ക്കടുത്ത് മേപ്രാലിൽ ഉയർത്തിയ വീടുകളുടെ എണ്ണം കേട്ടാൽ തന്നെ ആരും ഒന്ന് വാപ്പൊളിക്കും. ചെറുതും വലുതുമായി 50-ലധികം വീടുകളാണ് ഇവിടെ ഉയർത്തിയത്. ഇതുകൂടാതെ ആലപ്പുഴ, കൊച്ചി, കായംകുളം എന്നിവിടങ്ങളിലും നിരവധി വീടുകൾ ഉയർത്തിയിട്ടുണ്ട്. 1 അടി മുതൽ 8 അടി വരെ ഉയർത്തിയ വീടുകൾ ഇക്കൂട്ടത്തിൽപ്പെടും. ചെന്നൈ ഹെഡ് ഓഫീസുള്ള പ്രൊഫഷണൽ സംഘമാണ് ഒട്ടുമിക്ക ഉയർത്തലിനും പിന്നിൽ. മുന്നിലെ റോഡ് ഉയർത്തിയപ്പോൾ കുഴിയിലായി പോയതും, താഴ്ന്ന സ്ഥലമായതിനാൽ മഴക്കാലത്ത് വെള്ളം കയറുന്നതും, മണ്ണിന് ഉറപ്പ് കുറവായതിനാൽ ഇരുന്നു പോയതുമായ വീടുകളാണ് ഇവിടെ ഉയർത്തിയവയിൽ കൂടുതലും. വെള്ളം കയറുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ലൊരു പരിധിവരെ പരിഹരിക്കാനാകുമെന്നതും പുതിയ വീട് പണിയുന്നതിനെ അപേക്ഷിച്ച് ചെറിയ തുകയെ ചിലവ് വരൂ എന്നതുമാണ് വീട് ഉയർത്തലിന്റെ മെച്ചം. ചതുരശ്രയടിക്ക് 250 രൂപ നിരക്കിലാണ് ഇതിന്റെ പണിക്കൂലി. കുട്ടിക്കളിയല്ല വീടുയർത്തൽ. അതീവ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളും അണുവിട തെറ്റാതെ കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിലേ സംഗതി വിജയിക്കൂ. വിദഗ്ധ സംഘമെത്തി വീടിന്റെ ഉറപ്പും ബലവും ആയുസ്സുമൊക്കെ പരിശോധിക്കുന്നതാണ് വീടുയർത്തലിന്റെ ആദ്യഘട്ടം. വീടുയർത്തുന്നത് കൊണ്ട് കാര്യമായ പ്രയോജനം ലഭിക്കില്ല എന്നാണ് നിഗമനമെങ്കിൽ അക്കാര്യം വീട്ടുകാരെ ആദ്യം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. എത്ര അടി പൊക്കണം, ഇതിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം, ഓരോ ഘട്ടവും പൂർത്തിയാക്കാൻ എത്ര സമയം വേണം എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ആദ്യമേ തീരുമാനിച്ചുറപ്പിക്കും. ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുന്ന കരാറിൽ ഇരു കൂട്ടരും ഒപ്പുവെച്ച ശേഷമേ ജോലി ആരംഭിക്കൂ. വീട് മുഴുവൻ ജാക്കിന് മുകളിലായി കഴിഞ്ഞതിന് ശേഷം ജാക്ക് അല്പാൽപമായി തിരിച്ചുയർത്തും. 300 ജാക്ക് ഉണ്ടെങ്കിൽ 30 പണിക്കാരും ഉണ്ടാകും. ഒരേ സമയം 30 ജാക്കായിരിക്കും ഉയർത്തുക. ഇതിനായി കെട്ടിടത്തിന്റെ ഭാരം തുല്യമായി വിന്യസിക്കുന്ന രീതിയിൽ ജാക്കുകൾ 30 സെറ്റായി തിരിക്കും. 10 ജാക്ക് വീതം ഓരോ പണിക്കാർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്യും. ഓരോ മില്ലിമീറ്റർ വീതമാണ് കെട്ടിടം ഉയർത്തുക. 1 അടി ഉയർത്തി കഴിഞ്ഞാൽ അടിത്തറയ്ക്കു താഴെയുള്ള ഭാഗത്ത് 3 അടി വീതിയിലും 6 ഇഞ്ച് കനത്തിലും പുതിയ ബെൽറ്റ് വാർത്ത് അതിനു മുകളിൽ പുതിയ അടിത്തറ കെട്ടും. 1500 ചതുരശ്ര അടി വലിപ്പമുള്ള വീട് ഉയർത്താൻ 250 മുതൽ 350 ജാക്ക് വരെ ആവശ്യമായി വരും. 30 മുതൽ 40 വരെ ജോലിക്കാരുടെ കൂട്ടായ പരിശ്രമത്താലാണ് വീട് ഉയർത്തുക. ഏകദേശം 1.5 മാസം കൊണ്ട് ജോലികൾ പൂർത്തിയാക്കാം. ചുവരുകളുടെ 2 വശത്തും 2.5 അടി താഴ്ചയിൽ വീതിയിലും കുഴിയെടുക്കുന്നതാണ് വീട് ഉയർത്തലിന്റെ ആദ്യപടി. അതിനുശേഷം അടിത്തറ അല്പം പൊട്ടിച്ച് ജാക്ക് പിടിപ്പിച്ചു തുടങ്ങും. അടിത്തറയ്ക്ക് താഴെ കോൺക്രീറ്റ് ബെൽറ്റ് ഉള്ള വീടുകളാണെങ്കിൽ ജാക്ക് പിടിപ്പിക്കാൻ എളുപ്പമാണ്. ഇതില്ലാത്ത സ്ഥലങ്ങളിൽ അടിത്തറയ്ക്കു താഴെ ഇരുമ്പിന്റെ സി ചാനൽ പൈപ്പ് ഘടിപ്പിച്ച് അതിലാണ് ജാക്ക് പിടിപ്പിക്കുക. ആവശ്യമായ അളവിൽ കെട്ടിടം ഉയർത്തി കഴിഞ്ഞ ശേഷം പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ കോൺക്രീറ്റ് മിശ്രിതം കൊണ്ട് കെട്ടിടത്തെയും പുതിയ അടിത്തറയെയും തമ്മിൽ ബന്ധിപ്പിക്കും. ചുവരിനടിയിൽ 2 മീറ്ററോളം നീളത്തിൽ 3 വശവും പലക കെട്ടിത്തിരിച്ച് പ്രത്യേക പമ്പ് ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് നിറക്കുന്നത്. കെട്ടിടം ഉയർത്തി കഴിഞ്ഞാൽ മുറ്റവും വീടിനുൾഭാഗവും മണ്ണിട്ട് ഉയർത്തണം. അകം ഉറപ്പിച്ച് പരുക്കനിട്ട ശേഷം പുതിയ തറ നിർമ്മിക്കുകയും വേണം. ഇതല്ലാതെ വയറിംഗ്, പ്ലംബിംഗ് എന്നിവയൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പൈപ്പ് കണക്ഷൻ തൽക്കാലത്തേക്ക് വിച്ഛേദിച്ച് പണി പൂർത്തിയായ ശേഷം കൂട്ടിയോജിപ്പിക്കേണ്ടി വരും. പ്രളയബാധിത പ്രദേശങ്ങളിൽ അനുവർത്തിക്കാവുന്ന ഒരു രീതിയാണ് വീട് ഉയർത്തുന്നത്. പ്രളയത്തെ നമുക്ക് നേരിടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പ്രളയം കൊണ്ട് വീടിനുണ്ടാകുന്നതും വീട്ടിലെ വസ്തുവകകൾക്കുണ്ടാകുന്നതുമായ നാശനഷ്ടങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നേരിടാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.